നമസ്കാരം ട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളെ വൈതളങ്ങ മട്ടുപ്പാവ് കൃഷി വൈതളങ്ങ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ. വൈതളങ്ങ നമ്മൾ ഈ മഴക്കാലത്ത് ഇപ്പം നമ്മുടെ അയൽവാസികളെ കൃഷിയൊക്കെ പോയി സാധാരണ കൃഷികളൊക്കെ പോകാറാണല്ല പതിവ് മഴക്കാലത്ത്. പക്ഷെ വല്ലാതെ ഒരു ഇത് പറ്റിയിട്ടില്ല. ഞാൻ ചാക്കുകളിലും ഇതിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്, ബക്കറ്റുകളും ചാക്കുകളിലൊക്കെ. അപ്പൊ അതിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കും. പിന്നെ വെള്ളം നേരിട്ട് വീഴാത്ത രീതിയിൽ മൂടി വെക്കും. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അടിയൊന്ന് ഇളക്കി കൊടുക്കും. പിന്നെ മണ്ണ് പോരാത്തിന് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കും. മാസത്തിലോ 20 ദിവസം കൂടുമ്പോഴോ നമുക്ക് തോന്നുമല്ലോ മണ്ണ് പോലെ വേരൊക്കെ കാണുന്ന ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. കണ്ട കുറച്ച് ടീന്. അപ്പൊ അങ്ങനൊക്കെയാണ് ഇത് ഇത്ര അയക്കണത്. പിന്നെ മാസത്തില് കുറച്ച് ഇത് കുമ്മായ ആഡ് ചെയ്യും. ഒരു സ്പൂണ് ഒരു ചാക്കിനൊക്കെ ഒരു സ്പൂണായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല ഇളക്കിയിട്ട് പിടിപ്പിക്കണം. മണ്ണില് ഇവിടൊക്കെ നല്ല ഉണ്ട്, ഇളക്കി പിടിപ്പിക്കണം. പിന്നെ ഒമിക്കാസിറ്റി ഉണ്ടല്ലോ, ഒക്കെ ജൈവമാണ്, അത് ഒഴിച്ചു കൊടുക്കും. സ്പ്രേ അടിച്ചു കൊടുക്കും. ഇതുപോലെ കണ്ടൊക്കെ ചെറിയൊരു ചാക്കാണത്. ഇതാണ് എത്ര പോരുണ്ടായിരുന്നോ. ഇടയ്ക്ക് ആഴ്ചയിൽ പൊട്ടിക്കലുണ്ട്. വലുതായി വേഗം പോയി പൊട്ടിച്ചാൽ വേഗം പോയി വലുതായി വരും വേഗം. അങ്ങനെ പിന്നെ ഇതിന് പരിചരണം തന്നെ മെയിനായിട്ട്. പിന്നെ ഈ കീടങ്ങളെ ആക്രമണമാണ്, അതെന്തായാലും ഒരു പരിധി വരെ ഉണ്ടാവും. എന്നാലും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചാൽ മതി. വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചു കൊടുക്കും. വെളുത്തുള്ളിയും വേപ്പെണ്ണയും കൂടി ഇതാക്കിയിട്ട് അടിച്ചു കൊടുക്കും. അതൊക്കെ തന്നെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ഇത്ര അടിച്ചാൽ നമ്മളവിടെ പോവുക എന്നുള്ളതാണ്. ഏതായാലും വൈതളങ്ങ അവിടെ ഉണ്ട്. പച്ചമുളകും വൈതളങ്ങയും ചരങ്ങ, കുമ്പളങ്ങ, പിന്നെ മത്തൻ, ഇതൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. നമ്മളെ വീട്ടിലോട്ട് മറ്റു പലതൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നശിച്ചു പോയതാണ്. പക്ഷെ കുഴപ്പമില്ലത്. നടീൽ മിശ്രിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല മണ്ണ് പൊടി ചോന്ന നമ്മളെ തൊടിയിലുള്ള മണ്ണെടുക്കുക, കല്ലൊക്കെ ഒഴിവാക്കിയിട്ട്. അതിൽ കുറച്ച് ആട്ടുംകാട്ടം മിക്സ് ചെയ്ത്, ചാണകം മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്ത് ആട്ടുംകാട്ടാണ്. പിന്നെ ഞാൻ ഇതിന് വേരോട്ടം കിട്ടാനും എയർ സർക്കുലേഷൻ കിട്ടാനൊക്കെ നമ്മളെ ചിപ്ലിപ്പൊടി, ചിന്തയില എന്നൊക്കെ പറയുമല്ലോ, ആശാരിമാരുണ്ടല്ലോ, കാർപ്പൻറ്റർമാർ, മരം ഇങ്ങനെ ഇതാക്കിയിട്ട് കിട്ടുന്ന പൊടി ഉണ്ടല്ലോ, മരത്തിൻ്റെ പൊടി, അതൊക്കെ മിക്സ് ചെയ്താൽ നല്ല വായോട്ടം കിട്ടും. പിന്നെ വർഷത്തിലൊരിക്കൽ നമ്മൾ ഗ്രോ ബാഗ് ചേഞ്ച് ചെയ്ത് കുമ്മായൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് അതിൻ്റെതായ ഇത് കിട്ടുള്ളൂ. മറ്റേ ഇടക്കിടക്ക് നമ്മൾ വളം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കീടങ്ങളാണ് മെയിനായിട്ട്, അവരെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. പിന്നെ ചില കീടങ്ങൾ കണ്ണ് കാണാത്ത കീടമുണ്ട്, അവരെ നമുക്ക് തുരത്താൻ ബിവേറിയ എന്ന് പറഞ്ഞ ഒരു ജൈവ സാധനമുണ്ട്, അത് അടിച്ചു കൊടുക്കലാണ്. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഇലക്ക് മുകളിലും താഴത്തും വൈകുന്നേരങ്ങളിൽ അടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ കഴിയും നമ്മൾ മറ്റേത് അടിച്ചു കൊടുക്കും, വേപ്പെണ്ണ മിശ്രിതം. അതും പിന്നെ വെളുത്തുള്ളി, ഗാർലിക്കിൻ്റെ ഇതും കൂടെ അരച്ചാണ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ തന്നെ ഇതിനുള്ള വളം. പിന്നെ കാൽസ്യത്തിൻ്റെ കുറവ് ഇതൊക്കെ കാണാൻ മുട്ടത്തോടുണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ഇട്ട് കൊടുക്കും. പൊടി കുറേശ്ശെ 1 സ്പൂൺ 2 സ്പൂണൊക്കെ നട്ട് മിക്സാക്കി കൊടുക്കും. എന്ത് വളരാണെങ്കിലും ചോട് അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി കൊടുക്കണം, അപ്പോഴാണ് വളം പിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യും. അധികം അടുക്കള വേസ്റ്റാണ് നമ്മളിവിടെ അത് ചെയ്യണത്, അടുക്കള വേസ്റ്റ്. പിന്നെ അടുക്കളയിൽ നിന്നുള്ള കമ്പോസ്റ്റുകളുണ്ട്, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ പാടായിട്ട് തന്നെ സംഭവം. ഏതായാലും അടുക്കളയിൽ നമുക്ക് ചെറിയൊരു
ടൈം പാസ്സും ആയി. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല.